everybody, welcome to 10th Easy with MJ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൈക്രോബയോളജിയിലെ 3 മാർക്കിന് ചോദിച്ച ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമായിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ഓഫ് HIV കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ഈ ക്ലാസ് ഇഷ്ടപ്പെടാൻ നിങ്ങളെ കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ക്ലാസ്സിലോട്ട് കടക്കാം. എലൈസ എന്ന് പറയുന്നതാണ് നമ്മൾ ഫസ്റ്റത്തെ സ്ക്രീനിങ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. എലൈസ, റാപ്പിഡ് ടെസ്റ്റ് ആൻഡ് സിമ്പിൾ ടെസ്റ്റ്. സോ എലൈസ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഒരു HIV വൈറസ് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് ആൻറ്റിബോഡി ഫോം ചെയ്തിട്ടുണ്ടോ എന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് എലൈസ. നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മൈക്രോഡൈസർ വെല്ലുണ്ടായിരിക്കും. അതിലോട്ട് നമ്മൾ സിറം ആൻറ്റിജൻ ആഡ് ചെയ്തു, അതിനുശേഷം സിറം ആഡ് ചെയ്തു. ഇനി അവിടെ ആൻറ്റിബോഡി ഫോം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണെന്നറിയോ, ആൻറ്റിബോഡി ഫോം ചെയ്യുന്ന ആൻറ്റിജനുമായിട്ട് ആൻറ്റിബോഡി ബൈൻഡ് ചെയ്ത രീതിയിൽ കാണിക്കും. ഇനി ഇവിടെ നമ്മൾ മെയിനായിട്ട് എൻസൈം ലിങ്ക്ഡ് ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഈ ആൻറ്റിബോഡി ഇവിടെ പ്രസൻറ്റ് ആവുകയാണെങ്കിൽ അവർ കുറച്ചൊരു കളർ ചേഞ്ച് ഇവിടെ കാണിക്കുമെന്നാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റാണ് നമ്മൾ ഈ എലൈസ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ എലൈസ ടെസ്റ്റിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ചില സാഹചര്യത്തിൽ ഇപ്പോൾ HIV ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഇവർ പോസിറ്റീവായിട്ട് കാണിക്കും. നമ്മൾ ലിവർ ഡിസീസൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർ പോസിറ്റീവായിട്ട് കാണിക്കും. ഇതാണ് ഫോൾസ് പോസിറ്റീവ് എന്നാണ് ഈ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നത്. അതാണ് ഇതിൽ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് റാപ്പിഡ് ടെസ്റ്റ്. റാപ്പിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാപ്പിഡ് ടെസ്റ്റുകൾ നമ്മൾ മെയിൻലി യൂസ് ചെയ്യണത്. സോ ഈ റാപ്പിഡ് ടെസ്റ്റിൽ നമ്മൾ പറയുവാണെങ്കിൽ സിലിണ്ടറിലോ അല്ലെങ്കിൽ നമുക്ക് കാസറ്റിലോ ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ പറയുവാണെങ്കിൽ നമ്മളെ ഫിംഗർ നമ്മൾ എന്താ പറയുക, അവിടെ നിന്ന് എടുക്കുന്ന ബ്ലഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെ ഫിംഗറിലൊക്കെ കുത്തിയിട്ട് എടുക്കുന്ന ബ്ലഡ്, നമ്മൾ ഫിംഗർ പ്രിക്ക് ചെയ്തിട്ടുള്ള ബ്ലഡ്, അതേപോലെ യൂറിന്, അതേപോലെ തന്നെ നമ്മൾ സലൈവ എടുത്തിട്ട് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതുകൊണ്ടാണ് റാപ്പിഡ് ടെസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പറഞ്ഞ സിമ്പിൾ ടെസ്റ്റാണ്. പേര് പോലെ തന്നെ സിമ്പിളാണ്, പക്ഷേ ഒരു 1 to 2 hours എടുക്കും ഇതിൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് സ്ക്രീനിങ് ടെസ്റ്റിൽ എലൈസനെ കുറിച്ച് പറയുക. കൂടുതൽ ബ്ലഡുകൾ സാമ്പിൾസ് വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻറ്റിബോഡി ഉണ്ടോയെന്ന് കണ്ടുപിടിക്കാനാണ് അതിൻ്റെ പ്രൊസീജിയർ പറയുക. അതിൽ ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം എന്തായിരുന്നു, ലാസ്റ്റ് യൂസ് ചെയ്ത ഇതെന്ന് പറയുന്നത് എൻസൈം ലിങ്ക്ഡ് ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുക. സോ ഇത്രയും കാര്യങ്ങളാണ് സ്ക്രീനിങ് ടെസ്റ്റിൽ പറയാനുള്ളത് കേട്ടോ.